ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ജനനായകൻ റിലീസിന് എത്തുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജനനായകന്റെ സെൻസർ ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ അവർ പടം മൊത്തം കണ്ടിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് കൈമാറാത്ത എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനിയും വെറും 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റിലീസ് ഡേറ്റിന്. 9-ാം തീയതിയാണ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ 9-ാം തീയതി റിലീസിന് എത്തുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയത്തില്ല. കാരണം പ്രൊഡക്ഷൻ ടീം ഇപ്പം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് അവർ ഒരു ബെയിൽ അയച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ഇന്ന് പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് നാളെ 3 മണിക്ക് പരിഗണിക്കും. അപ്പം നാളെ 3 മണിയാണ് ജനനായകന് നൽകിയിട്ടുള്ള ഡെഡ് ലൈൻ. അപ്പം നാളെ അറിയാം നമുക്ക് പടം 9-ാം തീയതി റിലീസ് ചെയ്യുമോ അല്ലെങ്കിൽ മാറ്റുമോ എന്നുള്ള കാര്യത്തിന്. ഈ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ മാറാൻ തന്നെയാണ് ചാൻസ്. അപ്പം മാറുകയാണെങ്കിൽ ജനുവരി പാതിയോടെ റിലീസിനെത്തും എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നാളെ ഹർജി കോടതി വൈകുന്നേരം പരിഗണിച്ച് പിന്നെ നാളെ തന്നെ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കര സംശയമാണ്. കാരണം നാളെ 7-ാം തീയതിയാണ്, പിന്നെ 2 ദിവസം കൂടെ മാത്രം. അപ്പോൾ 9-ാം തീയതി റിലീസിന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒട്ടും ഉറപ്പില്ല. നമുക്കിത് കാണുമ്പോഴേ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ കേൾക്കുമ്പോഴേ അറിയാം ഇത് മനഃപൂർവ്വം ഒരു വിജയ് സിനിമ അല്ലെങ്കിൽ ജനനായകനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പം എന്തായാലും ജനനായകൻ അനുകൂലമായിട്ടുള്ളൊരു വിധി ആയിരിക്കട്ടെ നാളെ. അപ്പോൾ 9-ാം തീയതി തന്നെ റിലീസിന് എത്താൻ സാധിക്കട്ടെ. അപ്പം എന്തായാലും നാളെയാണ് ഡെഡ് ലൈൻ. നാളെ അറിയാം നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ എന്ത് അപ്ഡേറ്റ് അറിയാമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജനനായകൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇതിനോട് അറിയിക്കുന്നതാണ്. അപ്പം കൂടുതൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ